നമുക്ക് ന്യൂക്ലിയർ കെമിസ്ട്രിയിലെ നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്ക് പ്രകാരം മുന്നത്തെ ജാമിൻ്റെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 2011 ജാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദി ഫോളോയിങ് ഇക്വേഷൻ എക്സ് ഈസ്, എക്സ് എന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. AM95-41 പ്ലസ് ആൽഫ. ആൽഫ പാർട്ടിക്കിൾ ആണ്. അപ്പൊ ആൽഫ പാർട്ടിക്കിൾ മീൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഹീലിയം ന്യൂക്ലിയ ആണ് അല്ലെ. മാസ് നമ്പർ 4ഉം ചാർജ് 2 ഉള്ള ഹീലിയം ന്യൂക്ലിയ ആണ്. ഗിവ്സ് BK97-43 പ്ലസ് എക്സ്. ഈ എക്സ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മാസ് നമ്പറും അറ്റോമിക് നമ്പറും കൺസർവ് ചെയ്തിരിക്കും. അതായത് റിയാക്ടന്റിന്റെ സൈഡിലുള്ള ടോട്ടൽ അറ്റോമിക് നമ്പർ എന്താണോ അത് തന്നെയായിരിക്കും പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള ടോട്ടൽ അറ്റോമിക് നമ്പർ. അതുപോലെ റിയാക്ടന്റിന്റെ സൈഡിലുള്ള ടോട്ടൽ മാസ് നമ്പർ എന്താണോ അത് തന്നെയായിരിക്കും പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള ടോട്ടൽ മാസ് നമ്പർ. അപ്പൊ ഈ കേസിൽ നോക്കേ, റിയാക്ടന്റിന്റെ സൈഡിൽ ഉള്ള അറ്റോമിക് നമ്പർ എത്ര? 95ഉം 2ഉം. അതായത് 95 പ്ലസ് 2 97 ആണ് റിയാക്ടന്റിന്റെ സൈഡിൽ. പ്രോഡക്റ്റിന്റെ സൈഡിലും എന്താണ്? 97 തന്നെയാണ്. അതായത് അറ്റോമിക് നമ്പർ എന്തായിരിക്കും പ്രോഡക്റ്റിന്റെ? ഈ എക്സ് ഫോം ചെയ്തതിന്റെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും എന്ന് കിട്ടി? 0 ആയിരിക്കണം. 0 ആയാലല്ലേ ഇവിടെ 97 പ്ലസ് 0 ഈക്വൽ ടു 97 എന്ന് കിട്ടത്തുള്ളൂ. സോ 0 ഉള്ള ഓപ്ഷൻ ഏതോ ആണെന്ന് മനസ്സിലായി. സോ ഇത് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് മനസ്സിലായി. ഇവിടെ നോക്ക് 1 ആണ് വന്നിരിക്കുന്നത്, ഇവിടെ നോക്ക് 2 ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ 2 വന്നാൽ എന്ത് വരും? 99 വരും. 1 വന്നാൽ എന്ത് വരും? 98 വരും. അപ്പൊ നമ്മുടെ താണ്ട ഇത് ഒബേ ചെയ്യത്തില്ല. അപ്പം നമ്മുടെ പാർട്ടിക്കിളിൽ ഇവിടെ 0 വന്നെങ്കിൽ മാത്രമേ നമ്മുടെ അറ്റോമിക് നമ്പറിന്റെ റിയാക്ടന്റിന്റെ സൈഡിലുള്ളതും പ്രോഡക്റ്റിന്റെ സൈഡിലുള്ളതും ഈക്വൽ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ 0 വരുന്നതാണെന്ന് മനസ്സിലായി. അപ്പൊ ഓപ്ഷൻ എ ഓർ ബി ആണെന്ന് മനസ്സിലായി. ഇനി നോക്ക്, ഇനി നമുക്ക് മാസ് നമ്പർ കൂടെ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നോക്കേ, റിയാക്ടന്റിന്റെ സൈഡിൽ മാസ് നമ്പർ എത്രയാ? 241ഉം 4ഉം, അതായത് 245 ആണ്. പ്രോഡക്റ്റിന്റെ സൈഡിലോ 243 ഉള്ളു. അപ്പം കൺസർവ് മാസ് നമ്പർ കൺസർവ് ചെയ്യണമെങ്കിൽ ഇവിടെ എത്ര കൂടെ വരണം? മാസ് നമ്പർ 2ഉം കൂടെ അഡീഷണൽ വരണം. അപ്പൊ ഈ ഓപ്ഷൻ ആണ് വരുന്നെങ്കിൽ 1 വരത്തുള്ളൂ. അതായത് 243 പ്ലസ് 1 244 ആവത്തുള്ളൂ. പക്ഷെ 2 ന്യൂട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മാസ് നമ്പർ 2 × 1 2 കൂടും. അതായത് 243യുടെ കൂടെ 2 കൂടെ കൂടിയിട്ട് 245 ആവും. അപ്പം 2 ന്യൂട്രോൺസ് ആണ് ആൻസർ ആയിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൺസർവ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് 241 പ്ലസ് 4 245, 243 പ്ലസ് 2 × 1 245. മാസ് നമ്പർ കൺസർവ് ചെയ്തു. ദെൻ 95 പ്ലസ് 2 97, ദെൻ 97 പ്ലസ് 0 97. അതായത് അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൺസർവ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരുമ്പോഴാണ്. സോ നമുക്ക് പ്രോഡക്റ്റ് എ എന്ന് കിട്ടി. അപ്പൊ ജസ്റ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല ഇതിന്റെ. ഏത് ഡി കെ ആണെന്നോ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഡി കെ നടക്കുമ്പോൾ പ്രോഡക്റ്റ് എന്താ കിട്ടുന്നതെന്ന് ഒന്നും അറിയണമെന്നില്ല. ജസ്റ്റ് ഈ കൺസർവേഷൻ നോക്കിയാൽ മതി. അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൺസർവ് ചെയ്യും. അപ്പൊ അത് കൺസർവ് ചെയ്ത് വരുന്ന ആൻസർ ഏതാണോ അത് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിവിടെ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജാം 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസ് ജനറേറ്റഡ് ഇൻ ദി ഫോളോയിങ് റേഡിയോ ആക്റ്റീവ് ഡീകെ പ്രോസസ്. അപ്പൊ ഈ പെർട്ടിക്കുലർ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ആ റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര ആൽഫ പാർട്ടിക്കിളും എത്ര ബീറ്റ പാർട്ടിക്കിളും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിലുള്ള ആൽഫ പാർട്ടിക്കിൾസിന്റെയും ബീറ്റ പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയ ആണെന്ന് അറിയാം. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന് ഇക്വലന്റ് ആണെന്ന് അറിയാം. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എത്ര ആൽഫ പാർട്ടിക്കിളും എത്ര ബീറ്റ പാർട്ടിക്കിളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ റിയാക്ഷനകത്തെന്നാണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ജാം 2014 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം നോക്കേ, ഇവിടെ നോക്ക്, റിയാക്ടന്റിന്റെ സൈഡിൽ 92, പ്രോഡക്റ്റിന്റെ സൈഡിലും 92 ആണ്. സോ അറ്റോമിക് നമ്പർ കൺസർവ് ചെയ്തിട്ടുണ്ട്. മാസ് നമ്പർ നോക്കേ, 238 ആണ്. അത് 234 ആയിട്ട് കുറഞ്ഞിരിക്കുക. അതായത് മാസ് നമ്പറിൽ 4ന്റെ കുറവുണ്ട്. സോ അത്
ഈ ഫോം ചെയ്യുന്ന ആൽഫ ബീറ്റ പാർട്ടിക്കിളിനകത്ത് അറ്റോമിക് നമ്പർ മാസ് നമ്പർ 4 കൂടിയിരിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ അത് കൺസർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷൻ വെച്ചിട്ട് അത് കൺസർവ് ചെയ്യുന്ന രീതി ശരിയാവുമെന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നോക്കേ, ആദ്യത്തെ ഓപ്ഷൻ നോക്ക്, 1 ആൽഫ പാർട്ടിക്കിൾ 2 ബീറ്റ പാർട്ടിക്കിൾ. ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേന് ഒരു ഹീലിയം ന്യൂക്ലിയെ പ്ലസ് 2 ബീറ്റ പാർട്ടിക്കിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 ബീറ്റ പാർട്ടിക്കിൾ. അപ്പോൾ നോക്ക്, ഈ കേസിൽ അറ്റോമിക് നമ്പറിൽ എന്ത് ചേഞ്ച് വന്നിരിക്കുന്നു, മാസ് നമ്പറിൽ എന്ത് ചേഞ്ച് വന്നിരിക്കുന്നു? അറ്റോമിക് നമ്പറിൽ എന്താ? ഇവിടെ അറ്റോമിക് നമ്പർ 2 ആണ്, ഇവിടെ 2 × -1 -2 ആണ്. അതായത് ടോട്ടൽ അറ്റോമിക് നമ്പറിൽ സംഭവിച്ചിരിക്കുന്ന ചേഞ്ച് എത്ര? 2 - 2 = 0 ആണ് സംഭവിച്ചിരിക്കുന്ന ടോട്ടൽ ചേഞ്ച്. മാസ് നമ്പർ നോക്ക്, ഹീലിയത്തിന്റെ കേസിൽ 4 ആണ് മാസ് നമ്പർ. ബീറ്റ പാർട്ടിക്കിൾസിന്റെ കേസ് ആകുമ്പോഴത്തേന് മാസ് നമ്പർ 0. അപ്പം ടോട്ടൽ മാസ് നമ്പറിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഇപ്പൊ അറ്റോമിക് നമ്പറിൽ 0 ചേഞ്ചുമാണ്, മാസ് നമ്പറിൽ 4 ചേഞ്ചുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിൽ ഇവിടെ നോക്ക്, ഇവിടെ അറ്റോമിക് നമ്പറിൽ 0 ചേഞ്ച് ഉണ്ടായാൽ മതി, പക്ഷെ മാസ് നമ്പറിൽ 4 ഇൻക്രീസ് ഉണ്ടായാൽ മാത്രമേ ഇവിടെ ഇത് കൺസർവ് ചെയ്യത്തുള്ളൂ. അപ്പൊ നോക്ക്, ഈ കേസിൽ ഉണ്ടാവുന്നത് ഒരു ഹീലിയം ന്യൂക്ലിയയും 2 ബീറ്റ പാർട്ടിക്കിളും ആണെന്ന് വെച്ചോ. ഇനി നോക്ക്, അറ്റോമിക് നമ്പർ 92. പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള അറ്റോമിക് നമ്പർ നോക്കേ, 92 + 2 94 - 2 = 92. അതായത് റിയാക്ടന്റിന്റെ സൈഡിലും പ്രോഡക്റ്റിന്റെ സൈഡിലും സെയിം ആണ് അറ്റോമിക് നമ്പർ. ഇനി മാസ് നമ്പർ നോക്ക്, റിയാക്ടന്റിന്റെ സൈഡിൽ 238, പ്രോഡക്റ്റിന്റെ സൈഡിൽ നോക്കേ 234 + 4 238 + 0, അതായത് 238. റിയാക്ടന്റിന്റെ സൈഡിലും 238, പ്രോഡക്റ്റിന്റെ സൈഡിലും 238. സോ ഇവിടെ ഫോം ചെയ്യുന്ന നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസിന്റെയും ബീറ്റ പാർട്ടിക്കിളിന്റെ എണ്ണം ഓപ്ഷൻ 1 ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നു. ഒരു ആൽഫ പാർട്ടിക്കിളും 2 ബീറ്റ പാർട്ടിക്കിളും ആണ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ റിയാക്ടന്റിന്റെ സൈഡിലും പ്രോഡക്റ്റിന്റെ സൈഡിലും അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൺസർവ് ചെയ്യപ്പെടുന്നുണ്ട്. സോ നമുക്ക് ഓപ്ഷൻ 1 ആണ് ആൻസർ എന്ന് ഉറപ്പിക്കാം. ഇനി നിങ്ങൾ ഈ ബിയോ സിയോ ഡിയോ ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൺസർവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. സോ ഉറപ്പിക്കാം ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന്. അപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിയും സിയും ഡിയും ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും ആൻസർ ആയിട്ട് വരത്തില്ല. എ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പറും റിയാക്ടന്റിന്റെ സൈഡിലും പ്രോഡക്റ്റിന്റെ സൈഡിലും തുല്യമായിട്ട് വരുന്നുള്ളൂ. സോ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടേക്കുവാണ്. സിമ്പിൾ ആയിട്ട് ഈ രീതി ഫോളോ ചെയ്യേണ്ട. ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതി ഉണ്ടല്ലോ, ആ രീതി ഫോളോ ചെയ്താൽ മതി. അതാവുമ്പോൾ ഇത്തിരി കൂടെ സിമ്പിൾ ആണ്. ഇത് ജസ്റ്റ് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ രീതി ഫോളോ ചെയ്യേണ്ട, മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. പോസ് ചെയ്തിട്ട് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡീകേ മോഡ്സ് ഓഫ് C14 ആൻഡ് C14 ആൻഡ് O14 ആണ്. C14ന്റെ O14ന്റെ ഡീകേ മോഡ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ജാം 2018 ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ തന്നിരിക്കുന്ന ബീറ്റ മൈനസ് ഡി കെ ഓപ്ഷൻ എ, രണ്ടാമത്തെ ഓപ്ഷൻ ബി പൊസിട്രോൺ എമിഷൻ, ഓപ്ഷൻ സി ബീറ്റ ഡി കെ ആൻഡ് പൊസിട്രോൺ എമിഷൻ റെസ്പെക്റ്റീവ്ലി. അതായത് ഇയാൾക്ക് ബീറ്റ ഡി കെയും ഇയാൾക്ക് പൊസിട്രോൺ എമിഷനുമാണ്. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് പൊസിട്രോൺ എമിഷനും ഇയാൾക്ക് ബീറ്റ മൈനസ് ഡി കെയും ആണെന്ന്. അപ്പം ഇതാണ് ചെക്ക് ചെയ്യേണ്ടത് അടുത്ത്. അപ്പൊ നോക്കിയേ, ഈ കേസിൽ നമുക്ക് C14ന്റെ ഡി കെയും കൺസിഡർ ചെയ്യണം, O14ന്റെ ഡി കെയും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ഡി കെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോൾ വരെയാണ്? ഒരു സ്റ്റേബിൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നിടം വരെയാണ് ഈ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ അതിന്റെ റേഡിയോ ആക്റ്റീവ് ഡി കെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്ക്, C14 മോളിക്യൂളിന്റെയും റേഡിയോ ആക്റ്റീവ് ഡി കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. C14 ആകുമ്പോഴത്തേന് അറ്റോമിക് നമ്പർ 6 അല്ലേ? അതുപോലെ O14ന്റെ ഓക്സിജന്റെ ആവുമ്പോൾ അറ്റോമിക് നമ്പർ 8. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും റേഡിയോ ആക്റ്റീവ് ഡി കെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പൊ നോക്ക്, നമ്മൾ പറഞ്ഞു ഒരു റേഡിയോ ആക്റ്റീവ് ഡി കെ പ്രൊസീഡ് ചെയ്തിട്ട് അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ന്യൂക്ലിയെ ഫോം ചെയ്യുന്നിടം വരെയാണ് റേഡിയോ ആക്റ്റീവ് ഡി കെ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്റ്റേബിൾ ന്യൂക്ലിയ എന്ന് പറയുന്ന ആരാണ്? മാസ് നമ്പർ 14 ആയിട്ട് വരുന്ന, അറ്റോമിക് നമ്പർ 7 വരുന്ന നൈട്രജൻ ആണ് ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റേബിൾ ന്യൂക്ലിയ അല്ലേ? അതുപോലെ ഓക്സിജന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേനും സ്റ്റേബിൾ ആയിട്ട് ഉള്ള ഇതിന്റെ അടുത്തിട്ടുള്ള ന്യൂക്ലിയ എന്ന് പറയുന്നത് നൈട്രജൻ ആണ്.
എന്ന് വെച്ചാൽ ഇവിടെ മാസ് നമ്പർ 14 ആണ്. സോ മാസ് നമ്പർ 14 വരുന്ന സ്റ്റേബിൾ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 7 വരുന്ന നൈട്രജൻ ആണ്. സോ ഈ രണ്ട് കേസിലും മേജർ പ്രോഡക്റ്റ് റേഡിയോ ആക്റ്റീവ് ഡീകേ നടന്ന് കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, N14 ആയിരിക്കും. മാസ് നമ്പർ 14 അറ്റോമിക് നമ്പർ 7 ഉള്ള നൈട്രജൻ ആയിരിക്കും സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നത്. ഇനി നോക്ക്, ഇവിടെ അറ്റോമിക് നമ്പർ കൺസർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ആയിരിക്കണം എമിറ്റ് ചെയ്തിരിക്കേണ്ടത്, അല്ലേ? അതായത് ബീറ്റാ ഡികെ ആയിരിക്കണം നടന്നിരിക്കുന്നത്. ഒരു നമ്മൾ പറഞ്ഞു ബീറ്റാ ഡികെ നടക്കുമ്പോഴത്തേനും ഒരു ന്യൂട്രിനോയും കൂടെ അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഇനി അതുപോലെ ഇവിടെ നോക്ക്, ഇവിടെ 8 കൺവേർട്ട് ചെയ്തിട്ട് 7 ആണ് ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് അറ്റോമിക് നമ്പർ കൺസർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ +1 ആയിരിക്കണം ഇവിടെ 0. അതായത് ഈ കേസിൽ ബീറ്റ മൈനസ് ഡി കെ ആയിരിക്കണം നടക്കുന്നത്. രണ്ടാമത്തെ കേസിലോ ഈ +1 ആണ് എമിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇയാൾ ആരാണ്? പൊസിട്രോൺ അല്ലേ? അപ്പൊ രണ്ടാമത്തെ കേസിൽ പൊസിട്രോൺ എമിഷൻ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ കേസിൽ നമുക്ക് ബീറ്റ മൈനസ് ഡി കെ എന്നും കിട്ടി, രണ്ടാമത്തെ കേസിൽ പൊസിട്രോൺ എമിഷനും ആണെന്ന് കിട്ടി. സോ ഓപ്ഷൻ ഏതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്? ഓപ്ഷൻ സി, ബീറ്റ മൈനസ് ഡി കെ ആൻഡ് പൊസിട്രോൺ എമിഷൻ എന്ന് കിട്ടി. അപ്പൊ ഈ കേസിൽ ചെയ്യേണ്ട ഇതാണ്, C14ന്റെയും O14ന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി കെ മോഡ്സ് ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ C14ന്റെ അടുത്തുള്ളതും ഓക്സിജൻ 14ന്റെ അടുത്തുള്ളതുമായിട്ടുള്ള സ്റ്റേബിൾ ന്യൂക്ലിയെ ഏതാണോ അതായിരിക്കും റേഡിയോ ആക്റ്റീവ് ഡി കെ നടന്നിട്ട് ഫൈനലി കിട്ടുന്ന പ്രോഡക്റ്റ്. സോ C14നെ നമ്മൾ കൺസിഡർ ചെയ്താലും ഓക്സിജൻ 14നെ നമ്മൾ കൺസിഡർ ചെയ്താലും അതിന്റെ തൊട്ടടുത്ത് ആയിട്ട് വരുന്ന മാസ് നമ്പർ 14 ആയിട്ട് വരുന്ന ഒരു സ്റ്റേബിൾ ന്യൂക്ലിയർ എന്ന് പറയുന്നത് നൈട്രജൻ ആയിരിക്കും. സോ രണ്ട് കേസിലും പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് നൈട്രജന്റെ ന്യൂക്ലിയർ ആയിരിക്കും സ്റ്റേബിൾ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. സോ ഇനി നോക്കേണ്ടത് അവിടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൺസർവ് ചെയ്യണം. അപ്പൊ കൺസർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടെ എമിറ്റ് ചെയ്യുന്നത് ആരായിരിക്കണം എന്ന് ചെക്ക് ചെയ്യണം. അതായത് ബീറ്റ പാർട്ടിക്കിൾ ആണോ പൊസിട്രോൺ ആണോ, ആരെ എമിറ്റ് ചെയ്താലാണ് അവിടെ ഒരു മാസ് നമ്പറും അറ്റോമിക് നമ്പറിനെ കൺസർവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫൈനലി കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യണം. സോ നമുക്ക് കിട്ടി ആദ്യത്തെ കേസിൽ ഒരു ബീറ്റ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുമ്പോഴത്തേനാണ്, ബീറ്റ മൈനസ് പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുമ്പോഴത്തേനാണ് ആ കൺസർവേഷൻ അവിടെ നടക്കുന്നത്. രണ്ടാമത്തെ കേസിലാവുമ്പോൾ പൊസിട്രോണിനെ എമിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇവിടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൺസർവ് ചെയ്യുന്നുള്ളൂ. സോ അതിനകത്ത് നമുക്ക് മനസ്സിലായി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ബീറ്റ മൈനസ് ഡി കെ ആൻഡ് പൊസിട്രോൺ എമിഷൻ റെസ്പെക്റ്റീവ്ലി.